പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാതാവിനെയും കുടുംബത്തെയും സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച ജാൻമണി ദാസിനെതിരെ മഹിളാ മോർച്ച നെന്മാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ബി.ജെ.പി. നെന്മാറ മണ്ഡലം അധ്യക്ഷൻ എൽ. നിർമ്മൽകുമാർ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ. സീന, ജനറൽ സെക്രട്ടറി രജിത പ്രകാശ്, ബി.ജെ.പി. മണ്ഡലം സെക്രട്ടറി ശരണ്യ ധനേഷ്, വാർഡ് മെമ്പർമാരായ രമേശ്, സുകന്യ എന്നിവരും രാജേഷ്, രമ്യ, മുരളി, ദീപ, ഗീത, നിമിഷ, പ്രേമാദാസ് എന്നിവരും പരാതി നൽകാനെത്തിയിരുന്നു. എതിർകക്ഷിയായ ജാൻമണി ദാസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവിധ ഓൺലൈൻ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും നൽകുന്ന അഭിമുഖങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും ഭാരതത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ തുടർച്ചയായി വ്യക്തിഹത്യ ചെയ്യുകയും അത്യന്തം നിത്യന്തമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്തു വരികയാണ്. പ്രധാനമന്ത്രിയുടെ യശശരീരിയായ മാതാവിനെ പോലും അപമാനിക്കുന്ന തരത്തിൽ സ്വന്തം പിതാവ് ആരാണെന്ന് അറിയില്ല എന്ന പ്രസ്താവന നടത്തുകയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണെന്ന തരത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കള്ളപ്രചരണങ്ങൾ പൊതുസമൂഹത്തിൽ അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ജാൻമണി ദാസിനെതിരെ ഭാരതീയ ന്യായ സംഹിതയെയും IT ആക്ടിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അടിയന്തരമായി മാതൃകാപരമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് വിശ്വസ്തയോടെ കെ. സീന, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ്, നെന്മാറ. ഭാരതീയ സംസ്കാരത്തെയും അതേപോലെ അവരുടെ കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച ജാൻമണി ദാസ് എന്ന വ്യക്തിക്കെതിരെ മഹിളാ മോർച്ച നടത്തുന്ന ഈ പരിപാടി അതേപോലെ തന്നെ ഇനി തുടർച്ചയായിട്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇതിനുള്ള നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, പ്രത്യേകിച്ച് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്, അവർ ഈ ചാനൽ അഭിമുഖത്തിലൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി. പോലീസ് ഒന്നടിച്ചാൽ ഞാൻ മൂന്നടിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ നിയമത്തെ വരെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് അവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കടുത്തതായ എല്ലാ ശിക്ഷാ നടപടികൾ അവർക്കുണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നെന്മാറ മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.